സൂപ്പർ 8 അക്ഷരാർത്ഥത്തിൽ ടീം ഇന്ത്യ തകർന്നടിഞ്ഞിരിക്കുകയാണ്. 76 റൺസിന്റെ കൂറ്റൻ വിജയവുമായി സൂപ്പർ 8 ആരംഭിച്ചിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്ക. 188 എന്ന വിജയലക്ഷ്യം ടീം ഇന്ത്യ പിന്തുടർന്നപ്പോൾ 111 റൺസിന് ഓൾ ഔട്ട് ആകുന്ന കാഴ്ചയാണ് ഇന്ന് നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കണ്ടത്. 42 റൺസ് നേടിയ ശിവം ദുബെ മാത്രമാണ് ഇന്ത്യൻ നിരയിൽ അല്പമെങ്കിലും ചെറുത്തു നിന്നത്. താരത്തിന്റെ ഇന്നിംഗ്സ് കൂടി ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ 100 പോലും കടക്കില്ലായിരുന്നു. ആദ്യം ഓവറിൽ തന്നെ ഇഷൻ കിഷനെ ഏഡൻ മാർക്രം പുറത്താക്കിയപ്പോൾ തിലക് വർമ്മയെയും അഭിഷേക് ശർമ്മയെയും പുറത്താക്കി മാർക്കോ ജാൻസണും ഇന്ത്യക്ക് തിരിച്ചടി നൽകി. 26-3 എന്ന നിലയിലായിരുന്ന ഇന്ത്യക്ക് പവർ പ്ലേക്ക് ശേഷം വാഷിംഗ്ടൺ സുന്ദറിനെയാണ് നഷ്ടമായത്. 11 റൺസ് നേടിയ സുന്ദർ പുറത്താകുമ്പോൾ ഇന്ത്യ 43-4 എന്ന നിലയിലായിരുന്നു. വാഷിംഗ്ടൺ സുന്ദറിനെ പുറത്താക്കിയ ബോഷ് 18 റൺസ് നേടിയ സൂര്യകുമാർ യാദവിനെ പുറത്താക്കിയപ്പോൾ 51-5 എന്ന നിലയിൽ ടീം ഇന്ത്യ തകരുകയായിരുന്നു. 10 ഓവറുകൾ പൂർത്തിയായപ്പോൾ 57-5 എന്ന നിലയിൽ പരിങ്ങിയ ടീം ഇന്ത്യ 100 കടക്കുമോ എന്ന് തന്നെ ആരാധകർ സംശയിച്ചിരുന്നു. 6-ാം വിക്കറ്റിൽ ദുബൈയും ഹർദിക് പാണ്ഡ്യയും ചേർന്ന് 35 റൺസിന്റെ കൂട്ടുകെട്ട് നേടിയപ്പോൾ ഇന്ത്യയുടെ സ്കോർ 100 കടക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ആരാധകർ. കേശവ് മഹാരാജ് ഹർദിക്കിനെ പുറത്താക്കി ഈ കൂട്ടുകെട്ട് തകർത്തതിന് ശേഷം അതേ ഓവറിൽ തന്നെ റിങ്കു സിംഗിനെയും മടക്കി ഡബിൾ ബ്രേക്ക് ത്രൂ ആണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് നൽകിയത്. തൊട്ടു പിന്നാലെ അർഷ്ദീപ് സിംഗിന്റെ വിക്കറ്റ് കൂടി നഷ്ടമായപ്പോൾ ഏറെക്കുറെ ഇന്ത്യയുടെ പതനം പൂർത്തിയാവുകയായിരുന്നു. 42 റൺസ് നേടിയ ശിവം ദുബെയും ജസ്പ്രീത് ബുംറയും അടുത്തടുത്ത പന്തുകളിൽ മാർക്കോ ജാൻസൺ പുറത്താക്കി 4 വിക്കറ്റ് നേട്ടം പൂർത്തിയാക്കിയപ്പോൾ 111 റൺസിൽ ഇന്ത്യയുടെ പോരാട്ടം അവസാനിക്കുകയായിരുന്നു. നേരത്തെ ആദ്യ ഇന്നിംഗ്സിൽ ഡെവാൾ ബ്രേവിസിന്റെയും ഡേവിഡ് മില്ലറുടെയും ട്രിസ്റ്റൻ സ്റ്റബ്സിന്റെയും മികച്ച ഇന്നിംഗ്സുകളാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് 187 റൺസ് സ്കോറിന് സമ്മാനിച്ചത്. തുടക്കത്തിൽ 3 നിർണായക വിക്കറ്റുകൾ ഇന്ത്യക്ക് നേടാനായി സാധിച്ചെങ്കിലും ഈ ഒരു ആനുകൂല്യം ശേഷം വന്ന ബ്രേവിസ് മില്ലർ സഖ്യം ടീം ഇന്ത്യയുടെ പക്കൽ നിന്നും മത്സരം തട്ടിയെടുക്കുക തന്നെയായിരുന്നു ആദ്യ ഇന്നിംഗ്സിൽ. മത്സരശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നിരാശ നിറഞ്ഞൊരു പ്രതികരണം പങ്കുവച്ചിരുന്നു. പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ സംസാരിക്കവേ സൂര്യ തന്റെ നിരാശകളെല്ലാം തന്നെ പങ്കുവച്ചിരുന്നു. തീർച്ചയായും മത്സരത്തിൽ സംഭവിച്ചത് എന്താണെന്ന് തങ്ങൾ പരിശോധിക്കുമെന്നാണ് സൂര്യ ആദ്യം പറഞ്ഞത്. ആദ്യ ഇന്നിംഗ്സിൽ ലഭിച്ച തുടക്കം മുതലാക്കാനായി പിന്നീട് സാധിച്ചിരുന്നില്ല. പവർ പ്ലേ തങ്ങൾക്ക് അനുകൂലമായി മാറിയപ്പോൾ ചില ഫീൽഡിംഗ് പിഴവുകൾ ഉൾപ്പെടെ മത്സരം കയ്യിൽ നിന്ന് തെന്നി മാറുന്നതിൽ നിർണായകമായി മാറിയിരുന്നു. തീർച്ചയായിട്ടും വലിയൊരു വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശുമ്പോൾ 2-ാം ഇന്നിംഗ്സിൽ മികച്ചൊരു തുടക്കം നേടുക എന്നത് അത്രമേൽ ഇമ്പോർട്ടന്റ് ആയിരുന്നു. പവർ പ്ലേയിൽ ടോപ്പ് ഓർഡറിലെ വലിയ വിക്കറ്റുകൾ നഷ്ടമായത് കളിയിൽ തോൽവിക്ക് കാരണമായി തന്നെ ചൂണ്ടിക്കാണിക്കാം. എന്നിരുന്നാലും പ്ലേയിങ് കോമ്പിനേഷനുകളിൽ വന്നിട്ടുള്ള പിഴവ് എന്താണെങ്കിലും അത് ഏറ്റവും വേഗത്തിൽ തന്നെ പരിഹരിച്ച് അടുത്ത മത്സരത്തിനായി തിരിച്ചു വരുമെന്നും പ്ലേയിങ് കോമ്പിനേഷനുകളിലെ മാറ്റങ്ങളും സസൂക്ഷ്മം തന്നെ നിരീക്ഷിച്ച് അനിവാര്യമായ മാറ്റങ്ങൾ അടുത്ത മത്സരത്തിൽ വരുത്തേണ്ടതാണെങ്കിൽ തങ്ങൾ കൊണ്ടുവരുമെന്നും സൂര്യ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ സംസാരിക്കവേ പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും പ്ലേയിങ് കോമ്പിനേഷനിലുള്ള ഒരു മാറ്റം അടുത്ത സൂപ്പർ 8 മത്സരത്തിൽ കാണാനായി സാധിക്കുമെന്ന് തന്നെയാണ് സൂര്യയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്.